ട്രേഡേഴ്സ് ഡെയിലി നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ ഈ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി അറിഞ്ഞില്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇന്ന് ഞാൻ ബിഗ്നർ ഫ്രണ്ട്ലി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. എന്താ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചാർട്ട് 5 മിനിറ്റിക്ക് മാറ്റുക. നമ്മൾ 5 മിനിറ്റിക്ക് മാറ്റിയിട്ട് അതിൻ്റെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ മെയിൻ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടാണ്. പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് ഒരു മെയിൻ റെസിസ്റ്റൻസും പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് ഒരു മെയിൻ സപ്പോർട്ടുമാണ്. മാർക്കറ്റ് ഈ ലെവൽസ് ടെസ്റ്റ് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് മൂവ് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്താൽ നമ്മൾ എൻട്രി എടുക്കരുത്. ഒരു 1 ഫുൾ ക്യാൻഡിൽ ക്ലോസ് എബവ് പ്രീവിയസ് ഡേ ഹൈ ആയാൽ ബൈ കൺസിഡർ ചെയ്യുക. ക്യാൻഡിൽ ക്ലോസ് ബിലോ പ്രീവിയസ് ഡേ ലോ ആയിക്കഴിഞ്ഞാൽ സെല്ലും കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എവിടെ വയ്ക്കണം എന്നുള്ളതാണ്. ബൈ സെറ്റപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻട്രി എടുക്കുക. ആൻഡ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ ലോയിലും വയ്ക്കുക. ടാർഗറ്റ് മിനിമം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് വെക്കേണ്ടത്. സെൽ സെറ്റപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് സെല്ല് എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഡൗൺ ക്യാൻഡിലിൻ്റെ ഹൈയിൽ വയ്ക്കുക. ടാർഗറ്റ് അഗെയിൻ 1:2 റിസ്ക് റിവാർഡ്. ഇതാണ് ഇപ്പോൾ നമ്മളൊരു എൻട്രിയാണ് കാണിക്കാൻ പോകണം. ആ ക്യാൻഡിൽ ക്ലോസ് ആയി, അപ്പോൾ അതിൽ 1:2 നമ്മൾ വെച്ചു, കറക്റ്റ് എൻട്രി എടുത്തു. അടുത്തത് റിസ്ക് മാനേജ്മെൻറ്റ് പാർട്ടാണ്. ഒരു ട്രേഡിൽ മാക്സിമം 1-2% ക്യാപിറ്റൽ മാത്രം റിസ്ക് ചെയ്യുക. ഓൾ ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് പ്രോഫിറ്റ് ആവില്ല, ബട്ട് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം പ്രോഫിറ്റ് പോസിബിളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ദിവസത്തേക്ക് പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിട്ടുള്ളത് കാണാം. ഇതിൽ ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുക്കുള്ളൂ. നമ്മൾ എല്ലാ സ്ട്രാറ്റജിയും 100% വർക്ക് ആവണമെന്നില്ല. ചില ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, പക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ ദിവസങ്ങളിലും പ്രോഫിറ്റാണ് ഇട്ടുള്ളത്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു നിഫ്റ്റി ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്. പ്രാക്ടീസ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പേപ്പർ ട്രേഡ് ചെയ്യുക. ഡെയിലി ട്രേഡിംഗ് കണ്ടൻറ്റ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.